പ്രത്യേകിച്ച് മറ്റ് വിഭാഗപ്പെട്ട ചിന്താലെ മാതാപിതാക്കളെ സമർപ്പിതരെ പരിചയമുള്ള കുഞ്ഞുമക്കളെ, കൊല്ലങ്ങളിലും തിരുവല്ലയിലെ ചരിത്രപ്രസിദ്ധരായ ആലപ്പുഴ വലിയ പള്ളിയിൽ നിറവേറ്റ അർപ്പിച്ച് ദൈവത്തിന് നന്ദി പറയുന്ന മനോഹരമായ അവസരമാണല്ലോ ഇത്. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോടും പരിശുദ്ധ അമ്മയോടും സംസാരിച്ച പരമായ സുറിയാനി ഭാഷയിൽ ഈ പരിശുദ്ധ അർപ്പിക്കാൻ കഴിയുന്നത് വലിയ ദൈവാനുഗ്രഹത്തിന്റെ അടയാളമായിട്ട് ഞാൻ കരുതുകയാണ്. സ്വാഭാവികമായ ഓർമ്മകൾ സവിശേഷമായ രീതിയിൽ നമ്മൾ അനുസ്മരിക്കുന്ന ഒരു വലിയ തീർത്ഥാടനമാണിത്. സ്വാഭാവികയുടെ നമുക്ക് ലഭിച്ച മിശിഹാനുഭവവും ആരാധനാ ഭാഷയും ആരാധനാക്രമവും എല്ലാം ധാരാളം വർഷങ്ങളായിട്ട് നമുക്ക് പരിചയമുള്ളതാണ്, അനുഭവമുള്ളതാണ്. ആ ഒരു വലിയ മഹിമയും സഭയ്ക്ക് ഉണ്ട് എന്ന് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ഓർക്കേണ്ട അവസരം കൂടിയാണ്. രാജാക്കന്മാരുടെ പുസ്തകം പഴയ അതില് ഏലിയ പ്രവാചകനെ കുറിച്ച് ഉള്ള നല്ലൊരു ചിത്രീകരണമുണ്ട്. ദൈവത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട പ്രവാചകന് ഒരിക്കൽ മനസ്സെപ്പോലെ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് മതിയായി, എന്നെ ഒന്ന് മുകളിലേക്ക് വിളിച്ചാൽ മതി, ഞാൻ മടുത്തു, എനിക്ക് ഇനി എന്റെ പഠനവുമായിട്ട് ഇതിനെ നടക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഉറങ്ങാൻ പോവുകയാണ്. ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ ദൈവത്തിന്റെ ഒരു ദൂതൻ ഒരു ചുട്ട കല്ലിൽ പൊരിച്ച അപ്പവും ഒരു കുടം ജലവുമായിട്ട് അദ്ദേഹത്തിന്റെ തലത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹം അത് പഠിച്ച് 40 ദിനരാത്രങ്ങൾ നടന്ന് ഹോറേബ് മലയുടെ മുകളിലെത്തി. അവിടെയെത്തിയപ്പോൾ വലിയ കൊടുങ്കാറ്റ്, അഗ്നി, ഭൂമിദുരിതം ഇതെല്ലാം കണ്ട് പ്രവാചകൻ പേടിച്ച് ഭയന്ന് ഇരുന്ന അവസരത്തിൽ ഒരു ഇളം കാറ്റ് അവിടെ പയ്യെ വീശി തുടങ്ങി. അദ്ദേഹം ആ ഇളം കാറ്റിൽ ദൈവത്തെ മുഖാഭിമുഖം കാണുകയാണ്. ഹോറേബ് മലയുടെ മുകളിൽ നമ്മൾ ഈ മലയിൽ വീഴ്ച പള്ളിയിൽ ഒരുപാട് ജോലികൾ, തിരക്കുകൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം അനുഭവിച്ച് ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ദൈവത്തിന്റെ ഭാഷ, ദൈവത്തിന്റെ സാന്നിധ്യം, വലിയ ആവേശത്തോടുകൂടിയ പ്രദർശനം ഇതെല്ലാം അനുഭവിച്ച് അറിയാനായിട്ട് പറ്റുന്ന മണിക്കൂറുകളാണ്. ആ മാലാഖ അല്ലെങ്കിൽ ഭൂതന് പ്രവാചകന് നൽകിയ ആ അപ്പവും വെള്ളവുമാണ് പ്രതീകാത്മകമായിട്ട് തിരിച്ചു പറഞ്ഞാൽ ദർശിച്ചതാണ്. നമുക്ക് ജീവിക്കാൻ, നമുക്ക് ശക്തി ലഭിക്കാൻ, ദൈവത്തോട് ബന്ധപ്പെടാൻ, ദൈവത്തെ തിരിച്ചറിയാൻ ഒക്കെയുള്ള മാർഗം, പ്രധാന മാർഗം നമ്മുടെ പരിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ പരിശുദ്ധ കുർബാന അർപ്പിച്ച് ദൈവത്തിന് നന്ദി പറയുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ തീർത്ഥാടന കേന്ദ്രത്തില് തോമാസ് ശ്ലീഹായെ ഓർക്കുന്നുണ്ട്, മത്തായി ശ്ലീഹായെ ഓർക്കുന്നുണ്ട്, സെബസ്ത്യാനോസ് ശ്ലീഹായെ കുരിശിന്റെ വഴിയിലൂടെയുള്ള അനുസ്മരണങ്ങൾ നടക്കാതെ
രക്തസാക്ഷികളാണ്. രക്തസാക്ഷികളുടെ സ്മരണ നമ്മുടെ സഭയുടെ സജീവമായ ഒരു ഭാഗമാണ്. ഏത് സമൂഹവും രക്തസാക്ഷികളെ മാനിക്കുന്നവരാണ്. രക്തസാക്ഷികളെ വളർത്തുന്നവര് ശപിക്കപ്പെട്ടവരാകട്ടെ എന്ന് ഒരു പഴഞ്ചൊല്ല് തന്നെ ആദ്യ സഭയിലുണ്ടായിരുന്നു. തോമാശ്ലീഹ പറഞ്ഞല്ലോ, നമുക്കും അവരോട് കൂടെ പോയി മരിക്കാം. അപ്പോൾ തന്നെ ആത്മീയമായിട്ട് ഹൃദയത്തില് ആധ്യാത്മികതയില് അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചു കഴിഞ്ഞു. നമുക്കും അവരോടുകൂടെ പോയി മരിക്കാം. ആ ശ്രീക മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുകയാണ്. ശ്രീകന്മാരെ, ഞാൻ പോകാം, നിങ്ങൾ രണ്ടുപേരും പോകാം, അതൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. നമുക്കും അവരോടുകൂടെ പോയി മരിക്കാം. അതാണ് ലൈംഗിക കൂട്ടായ്മ. വാസ്തവത്തില് ശ്രീകന്മാരെ കർത്താവിനോടുള്ള ഒരുമിപ്പിന്റെ ഏറ്റവും വലിയ അടയാളമായ ആ കൂട്ടായ്മയിലേക്ക് പലപ്പോഴും നയിക്കുന്നത് തോമാശ്ലീഹയാണ്. നമുക്കും പോയി മരിക്കാം. അതാണ് ശരിക്കുള്ള രക്തസാക്ഷിത്വം. പ്രധാനമായി നമ്മുടെ സഹജീവിമാരെ രക്തസാക്ഷികള് സഹല അതിന്റെ സിംഗുലറായിട്ടുള്ള ഏകവചനത്തില് മകുടനും കൂടി രക്തസാക്ഷികള് ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളൊക്കെ പരിശുദ്ധ പ്രധാനയിൽ നമ്മൾ കേട്ടു. അതെല്ലാം ഇതുപോലുള്ള വലിയ രക്തസാക്ഷികളെ ഉദ്ദേശിച്ചുള്ളതാണ്. നമ്മുടെ ഈ സ്ഥലങ്ങളില് നാളും ആഘോഷിക്കുകയാണ്. സഭയാണ് സാർവത്രിക രക്തസാക്ഷി, ഈശോയാണ് ഉറവിട രക്തസാക്ഷി. ആ രണ്ട് വലിയ യാഥാർത്ഥ്യങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് ഒരു വിശ്വാസിക്ക് രക്തസാക്ഷിത്വം വഹിക്കാൻ സാധിക്കുന്നത്. വിശ്വാസിക്കും സഭയ്ക്കുമുള്ള സാക്ഷ്യപ്പെടുത്തലാണ്. ഇന്നത്തെ കലണ്ടറിൽ വായിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം ഒരു വിചാരക്കാരൻ പോയി വിലക്കുന്നതാണ്. നമുക്ക് ഭാരതത്തില് കേരളത്തില് വളരെ പരിചയമുള്ള ഒരു ജോലിയാണ് വിശുദ്ധരേഖകൾ. അതുപോലെ തന്നെ അതിന്റെ ഫലങ്ങളിൽ ശേഖരിക്കുമ്പോൾ നമുക്ക് വളരെ പരിചയമുള്ള ശാഖവർണ്ണയും കുട്ടികൾക്ക് പോലും അറിയാം. ബ്രാഹ്മണൻ തുടങ്ങി താഴേക്കുള്ള 4 ജാതിക്കാരെ, അതാണ് ശാഖവർണ്ണയം. വേദപുസ്തകത്തിലും വിശേഷത്തില് ഒരു ശാഖവർണ്ണയുണ്ട്. അതായത് വിലക്കുന്നു, ദൈവവചനം വിലക്കപ്പെടുന്നു. അത് 100 മേനി, 60 മേനി, 30 മേനി ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥ. അതാണ് ക്രിസ്തീയ ശാഖവർണ്ണയം. അല്ലെങ്കിൽ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ശാഖവർണ്ണയം. ഒന്നും ഫലപ്രദമില്ലാണ്ട് വിലച്ചു, പക്ഷി ഒന്ന് കൊത്തി, അത് രക്ഷിച്ചു കളഞ്ഞു. ദൈവവചനം കേട്ടു, യാതൊരു ഫലവും നമ്മളില് പുറപ്പെടുവിക്കുന്നില്ല. എന്നാൽ മറ്റു ചെയ്ത് 30, 60, 100 വരെ രക്തസാക്ഷികള് 100 മേനി ഫലങ്ങൾ നൽകുന്നവരാണ്. ദീപകീസും തോമാശ്ലീഹായും സെബസ്ത്യാനോസും എല്ലാം 100 മേനി ഫലങ്ങൾ നൽകുന്നവരാണ്. സെബസ്ത്യാനോസിനെ റോമായിൽ വെച്ച് ഡയക്ലീഷ്യൻ ചക്രവർത്തി തീയിൽ കൊണ്ട് ദഹിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം, തീയിൽ കൂടെ നടക്കുക എന്നത് എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ചിന്തിക്കുമ്പോൾ റോസപ്പൂ കൊണ്ട് മെനഞ്ഞെടുത്ത മെത്തയിലൂടെ നടന്ന് പോകുന്നത് പോലെയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ദീപകീശം അതുപോലെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെയാണ് ശക്തമായ വിശ്വാസം. എന്നാൽ അതേസമയം തന്നെ ആ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കാത്ത ഒരുപാട് ആളുകൾ ഇന്നുമുണ്ട്. ആളുകൾ സഭയിലുണ്ടായിരുന്നു. വിശുദ്ധ ബെർണാർഡ് അദ്ദേഹത്തിന്റെ ഓർമ്മ പുസ്തകങ്ങളിൽ ഇതുപോലെ പറയുന്നത്, എല്ലാവർക്കും നിന്നെ കൂടെ ഭരിക്കാനാണ് ഇഷ്ടം, നിന്നോടൊത്ത് നിനക്ക് വേണ്ടി മരിക്കാൻ ഇന്ന് ആർക്കും തന്നെ ഇഷ്ടമില്ല. വലിയൊരു സത്യമാണ് ആവർത്തിക്കുന്നത്. എല്ലാവർക്കും എന്തെങ്കിലും ആകാൻ വേണ്ടിയുള്ള വലിയൊരു വ്യക്തത ലോകത്തിൽ
വിശ്വാസത്തോടെ പെരുമാറുന്നത് വളരെ ചുരുക്കമാണ്. നമ്മുടെ ഇതുപോലുള്ള തിരുനാമങ്ങളിൽ നമ്മൾ തന്നെയാണെന്ന ആ വീട് തേച്ച് മിനുക്കി എടുക്കാനുള്ള അവസരമാണ്. നാണയം നഷ്ടപ്പെട്ട സ്ത്രീയെ അത് കണ്ടെത്തുന്നത് അവരുടെ വീട്ടിലെ ഉള്ളിൽ തന്നെയാണ്. അത് വഴിയിലോ അയൽപക്കത്തെ വീട്ടിലോ ബസ്സിലോ ഒന്നുമല്ല. വീട് അടിച്ച് വൃത്തിയാക്കിയപ്പോൾ അവൾ നാണയം കണ്ടു. കുമ്പസാരിച്ച് പാപമോചനം നേടിയപ്പോൾ മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ ഞാനാണ് ജീവിതത്തിന്റെ നാണയം എന്ന് അവൾ തിരിച്ചറിഞ്ഞു. അത് ആ സ്ത്രീയുടെ സഭയുടെ നമ്മുടെ ഓരോരുത്തരുടെയും ഒരു തിരിച്ചറിവാണ്. നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്നത് രക്തസാക്ഷികളെ നോക്കുന്നത് ഇതുപോലുള്ള തിരിച്ചറിവിന് വേണ്ടിയാണ്. വിശുദ്ധനായെ കുറിച്ച് പൊതുവിന് പറയാറുണ്ട്, അവർ ദൈവവചനത്തിന്റെ ഘനചരിതയാണ്. അത്ഭുതജ്ഞാനം ഒരു ഘനചരിതയാണ്. സെബസ്ത്യാനോസ് മറ്റൊരു ഘനചരിതയാണ്. ഈ വേണ്ടി ഘനചരിതയാണ്. ദൈവവചനത്തിന്റെ വ്യാഖ്യാനങ്ങളാണ് അവരെല്ലാം. വലിയ കമന്ററീസാണ്. അവരെ നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ ജീവിതം നമ്മൾ തുറന്ന് വായിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തോട് അടുക്കാൻ ഉള്ള പ്രേരണ ഉണ്ടാകുന്നത്. അതുപോലെ രക്തസാക്ഷികളുടെ സ്മരണകളിൽ നമ്മൾ കണ്ണുകൾ ഉയർത്തി നോക്കണം. ഈശോ പറഞ്ഞല്ലോ, നിങ്ങൾ എന്ത് വായിക്കുന്നു, എങ്ങനെ വായിക്കുന്നു, വേദപുസ്തകമാണോ വായിക്കുന്നത്, ശ്രദ്ധയോടെയാണോ വായിക്കുന്നത്, എങ്ങനെ നോക്കുന്നു, കണ്ണുകൾ ഉയർത്തി തുറന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വയലിൽ വിളഞ്ഞു കിടക്കുന്നത് കാണാം. നമുക്ക് പ്രവർത്തിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കണ്ണുകൾ താഴ്ത്തി ഉറങ്ങി നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളൊന്നും കാണുന്നില്ല. രക്തസാക്ഷികളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ സാബോധനയിലേക്ക് കൊണ്ടുപോയ ആ സ്ത്രീകളുടെ അനുഭവമാണ് നമുക്ക്. കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ മുഖം പ്രകാശിക്കും, വസ്ത്രങ്ങൾ വെണ്ണയുള്ളതാകും. ദൈവത്തിന്റെ മുഖം നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ മുഖം ആവേശത്തിന്റെ മുഖം പോലെയാകും. നിഷ്കളങ്കതയുടെ, പരമാർത്ഥതയുടെ, പരിശുദ്ധിയുടെ ഒക്കെ മുഖമാകും. സാബോധനയിലിരുന്ന ശിഷ്യന്മാരെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവർ കണ്ടത് സ്വർഗമാണ്. ദുഃഖാന്തിന്റെ ആ മഴ സ്വർഗത്തിലേക്കുള്ള കിളിമാല. ആ പാടിലൂടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് സ്വർഗമാണ്. ആ സ്വർഗം കാണാൻ പിതാവായ ദൈവം അവിടെ നിന്ന് പറഞ്ഞ കാര്യവും മറ്റൊന്നുമല്ല, അവന്റെ വാക്കുകൾ കേൾക്കുക. ഈശോ പറഞ്ഞ വാക്കുകൾ, വേദപുസ്തകം, പാരമ്പര്യം, ആ രണ്ട് വാക്കുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് സ്വർഗം കാണാൻ പറ്റും. അങ്ങനെ വേദപുസ്തകത്തോടും സഭയുടെ അഗാധമായ പാരമ്പര്യത്തോടും ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ ഈ പള്ളിയിലെത്തിയിരിക്കുന്നത്. വളരെ സജീവമായ ഒരു പാരമ്പര്യം ഈ പള്ളിക്കും ഈ പ്രദേശത്തുമുണ്ട്. ധാരാളം മതസ്ഥരെ ദൈവത്തെ ഏൽപ്പിച്ച് ഇവിടെ വരുന്നത് നമ്മൾ മാത്രമല്ല. അതുകൊണ്ട് നമുക്ക് ഈ ഇടവകയ്ക്ക് അപ്പുറത്തേക്ക് എത്തി നിൽക്കുന്ന, തലമുയർത്തി നിൽക്കുന്ന വലിയൊരു ദൈവകഥയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കർത്താവിന്റെ യാതനകളുടെ വഴിയിലൂടെ ഓർമ്മകൾ പുതുക്കുന്ന അവസരം കൂടിയാണ് ഈ തിരുനാൾ ദിവസം. നമ്മുടെ വെളിച്ചത്തിലാൾ ഒരിക്കൽ പറയുന്നു, അല്ലെങ്കിൽ ഈശോയുടെ വേദനകളുടെ ഓർമ്മ വെള്ളിയാഴ്ച ദിവസമോ ദുഃഖവെള്ളിയാഴ്ചയോ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി മാത്രമല്ല, അത് എന്നും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു ദിവസത്തില്, ഒരു പ്രത്യേക കാലഘട്ടത്തില് മാത്രം ഒതുക്കി നിർത്തിയിട്ട് മറ്റുള്ളവരിൽ നമുക്ക് ഇയാൾക്കാരായ ചിന്ത വേണ്ട, ആ ആശീല വേണ്ട എന്ന് നമ്മൾ വിചാരിച്ചില്ല. സ്ത്രീമായ പോയപ്പോൾ വാദിച്ചു കഴിഞ്ഞ സ്ത്രീകളോട് കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങളെ കുറിച്ചാണ് കരയേണ്ടത്, നിങ്ങളുടെ മക്കളെ കുറിച്ചാണ് കരയേണ്ടത്, എന്നെ കുറിച്ചല്ല. അതാണ് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ സ്വന്തമാക്കുന്നത്. നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ മക്കളെ കുറിച്ചും കരയണം. പൗരസ്ത്യ സഭയുടെ മുഖ്യമാനായ മാറയും ആ വചനത്തെ വ്യാഖ്യാനിച്ച്
മക്കളെ പോലെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ട് വിട്ടുകളയാൻ ഇഷ്ടമില്ലാതെ കൊണ്ടു നടക്കുന്ന പാപങ്ങളോട് കരയണമെന്നാണ്. മക്കളെ ആരും ഉപയോഗിക്കുകയില്ല. അതുപോലെ നിങ്ങൾ വിട്ടുകളയാൻ മനസ്സില്ലാതെ കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ പാപങ്ങളോട് തിന്മകളോട് കരയണം. അപ്പോഴാണ് ജീവിതത്തിന്റെ വചനം നമുക്ക് ഉപയോഗിക്കാറുണ്ട്. ആ വഴിയിൽ വേറൊഴിക്ക എന്ന സ്ത്രീയുടെ ഈശോയുടെ തിരുമുഖം നടക്കുന്നത് നമ്മൾ വായിക്കുന്നു. സഭയിലെ പ്രാചീനത്തിലെ വളരെ പ്രശസ്തമായ വിചാരമാണ്. അതിന് സഭയിലെ കാര്യമാണ് ആ കടമായ പുരാതന വാക്കില് വേറൊഴിക്ക. ആ വാക്കിന്റെ അർത്ഥം സഭയിലെ കാര്യമായി പറയുന്നത് ദ ട്രൂ ഐക്കൺ, വേദ ഇക്കോണ, നല്ല പ്രതിച്ഛായ എന്നാണ്. ഈശോയോട് ചേർന്ന് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ നല്ല പ്രതിച്ഛായകൾ, ട്രൂ ഐക്കൺ ആയി മാറുകയാണ്. നമ്മളെല്ലാവരും ഗൗരവിക്കാരാണ്. അത് കേവലം ഒരു സ്ത്രീ മാത്രമല്ല, കേവലം ഒരു ഒറ്റപ്പെട്ട വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല. നമ്മളെല്ലാവരും യാത്രക്കാരെ ആ വഴിയുടെ യാഥാർത്ഥ്യം പ്രവേശിച്ച് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആയിരിക്കുന്ന ഒരു അധ്യാത്മിക അവസ്ഥയാണ് ഗൗരവിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള യാത്രക്കാരും കൂടെ നമ്മൾ പ്രാർത്ഥിച്ച് നടന്ന് ഭാര്യയിലേക്ക് വരുന്നത്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ എവിടെ വായിക്കുന്നു, എന്തിനാണ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് നീ കൂട്ടിക്കൊണ്ടു പോകുന്നത്? ഞങ്ങൾക്ക് ദാഹിക്കുന്നു, ഞങ്ങൾ അവിടെ കിടന്നതായിരുന്നു. നീ വലിയ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു ദാഹിക്കാൻ വരാം. അവര് അധികാരത്തെ ചോദ്യം ചെയ്യുന്നു. മോശയോട് തർക്കിച്ചു. പണ്ഡിതനായ മോണിയിൽ പറഞ്ഞുകൊണ്ട് ജനം കിട്ടാതെ വന്നപ്പോൾ ഇസ്രായേൽക്കാരെ മോശയോട് എതിർത്തുവെങ്കിൽ ദൈവവചനം കിട്ടാതെ വരുമ്പോൾ ഇന്നത്തെ ആളുകൾ പുരോഹിതന്മാരെ എതിർത്തു. എത്ര മുൻകൂട്ടി അദ്ദേഹം പറയുന്നു. പുരോഹിതന്മാരെ ദൈവജനത്തിന് കൊടുക്കേണ്ടത് ദൈവവചനമാണ്. സംഗീതം 63:1 വഴണ്ട് ഉണങ്ങിയ ഭൂമി ജലത്തിന് വേണ്ടി എന്ന വർണ്ണം എന്റെ ആത്മാവ് ദാഹിക്കുകയാണ്. വലിയ പ്രതീകമാണ്. നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ വെള്ളം വേണം, ഇല്ലെങ്കിൽ നമ്മൾ വീഴും. സംഗീതം 42:1 കാറ്റലിൽ വീട് നടത്തുന്ന മൻപേരയെ പോലെ എന്റെ ഹൃദയം ധീരതയാണ്. ദാരിദ്ര്യത്തിന് വേണ്ടി രക്ഷിതരായ ദ്രവം പറഞ്ഞു, ആ മൻപേര സഭയാണ്. കാട്ടിലെ അരുവി എഴുതി നടത്തുന്ന മൻപേര സഭയാണ്. നമ്മൾ ഓരോരുത്തരുമാണ് സഭയിലെ അംഗങ്ങളായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് നമുക്ക് ഈ പെരുന്നാള് നമ്മുടെ പല പ്രമുഖ വിശുദ്ധന്മാരെ കൂട്ടി യോജിപ്പിച്ച് കർത്താവിന്റെ വഴിയിലൂടെ നടന്നു തീർക്കുന്ന ഈ പെരുന്നാള് സ്വർഗത്തോട് നമുക്ക് എടുക്കാനുള്ള അവസരമാണ്. എല്ലാ പ്രതികാരന്മാരും സ്വർഗത്തിലേക്ക് പോവുകയല്ല, അവരവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ സ്വർഗത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ഒത്തുകരിച്ച പറഞ്ഞല്ലോ, സ്വർഗത്തിലെ എന്റെ സമയം ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഭൂമിയിലുള്ള മനുഷ്യർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഉപകാരക്കാരൻ. നമ്മുടെ വെച്ചിട്ടുള്ള പറയുന്നു, ഒരാളെ നമ്മൾ വിശുദ്ധരാകുമ്പോൾ വിശുദ്ധിയാക്കുമ്പോൾ ദൈവത്തോട് കൂടുതൽ അടുത്തു എന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതേ സമയം അവര് മനുഷ്യരോട് കൂടുതൽ അടുക്കുകയാണ്. നമ്മുടെ വേണ്ടിയാണ് അവര് സ്വർഗത്തിൽ പ്രദർശിക്കപ്പെട്ടിരിക്കുന്നത്. അവര് വലിയ അധ്യാത്മിക പരിശീലനം കൊണ്ടുനടക്കാനായിട്ട് നമുക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അവസാനിക്കുകയാണ്. ഈ വലിയ ധാരണ കേന്ദ്രത്തില് നിങ്ങൾക്ക് വേണ്ടി ഈ വ്യത്യസ്ത പ്രധാനമന്ത്രിക്കാൻ സാധിച്ചതിനെതിരായ സന്തോഷമുണ്ട്. വിചാരിച്ചതിനെ ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. എല്ലാവർക്കും ജില്ലയിലെ ബർത്തഡായിരുന്നാല് ഒരുപാട് വലിയ വിദ്യാർത്ഥികൾക്ക് നല്ല സുസ്ഥമായ നേതൃത്വ രീതിയിലൂടെയുള്ള ഓരോ രാജ്യത്തിലൂടെയുള്ള പരിശീലനത്തിന്റെ
കൊടുത്ത ഒരു വ്യക്തിയാണ്. അച്ഛനെ വലിയ വിദ്യാർത്ഥിയോട് നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. അച്ഛൻ്റെ ലളിതമായ ജീവിതക്രമവും നല്ല കുടുംബ സാഹചര്യവും എല്ലാം നമ്മുടെ സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യൻസിനെ പ്രത്യേകം ഓർക്കുന്നു. ഈ ആഴ്ചയിലെ സുഖപ്രാണികളും എൻ്റെയും സുഖപ്രാണികളായ ധാരാളം രീതിയിൽ ഈ ദുരിതങ്ങൾ അനുഭവിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം നമുക്ക് വലിയൊരു ബലമാണ്. ഇത്രയും അച്ഛനായ താല്പര്യപൂർവ്വം ഈ ദുരിതങ്ങളിൽ പങ്കെടുക്കാനായിട്ട് വരുന്നു. അവിടെയാണ് നമുക്ക് വിശ്വാസത്തിന്റെ ആഴം നമ്മൾ കാണുന്നത്. അവസാനിക്കുന്നു. ദൈവത്തിന്റെ പ്രത്യേകമായ അനുഗ്രഹം വിശുദ്ധയിലൂടെ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് എന്റെ വാക്കുകളെ